Okay, sixth lesson se question answers. Send it. Lesson is over. Shanifa, 1 minute. Shanifa, I'm asking. Shanifa, is all your notes ready? Shanif, can you hear me? Are your all notebooks ready? എല്ലാ നോട്ട്ബുക്ക് എഴുതി റെഡിയാക്കിയേക്കെന്നാണോ? മിസ് വൈകുന്നേരം വരുമ്പോൾ എടുക്കട്ടെ കറക്ഷന് വേണ്ടിട്ട്. വിച്ച് സബ്ജക്ട്? ഞാൻ മുന്നേ ഒരു ദിവസം പറഞ്ഞതായിരുന്നല്ലോ ഷാനിഫിനോട് നോട്ട്സ് എല്ലാം റെഡിയാക്കി വെക്കാൻ, ഞാൻ വരുമ്പോൾ എടുക്കുമെന്ന്. ഇത്രയും ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ലേ? When will you complete then? എപ്പം കംപ്ലീറ്റ് ചെയ്യും? തേഴ്സ്ഡേ ഞാൻ വരുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്ത് വെക്കോ? വൈകുന്നേരം വരുമ്പോൾ എടുത്തോളാം. ഓക്കെ, ശരിയേ, മറക്കല്ലോ കേട്ടോ. ഇനി ആരാ എന്റെ റൂട്ടിലുള്ള? ആരോമൽ നോട്ട്സ് എല്ലാം റെഡിയാണോ? ആരോമലെ, വെരി സാരം പോയോ? ആരോമൽ ബിജു, ഈസ് ഓൾ യുവർ നോട്ട്സ് റെഡി? No. When will you complete? ശരി, അമ്മ എന്തിനാ വിളിക്കുന്നത്? എന്തെന്നാ പറഞ്ഞേ? അമ്മ വിളിച്ചായിരുന്നു ഇപ്പൊ ഒന്ന്. Okay. No, I'm asking about the notes. If your notes are ready, I will take you home to correct it. കുറച്ചും കൂടെ. Not only science, all subject. എന്നാ കുറച്ചും കൂടെ ആക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്നുമില്ല, ഇവിടെ ഈ കുറച്ചിന്റെ ബിസിനസ്സേ ഇല്ല. ഡെയിലി ഹാവ് ടു കംപ്ലീറ്റ് ഈച്ച് സബ്ജക്ട്. ആഹാ, ഈ ജോയിൽ എന്ത് വേണോ ഇവിടെ? ആരോടാണ് പറഞ്ഞ? സാനിറ്റൈസർ തേക്കുവാണോ? എന്താ നിന്റെ പരിപാടി? സാനിറ്റൈസറാ? കുഴമ്പോ? ഓയിൽമെന്റ്. വാട്ട് ഹാപ്പൻഡ്? Okay. See, just as are your all notes correct completed? ഇതുവരെയുള്ള എല്ലാ സബ്ജക്റ്റിന്റെ നോട്ടുകൾ കംപ്ലീറ്റഡ് ആണോ? Completed. Okay, Jayashree miss will come to your house and she will collect the book and she will correct it. കുറച്ച് ക്വസ്റ്റ്യൻസ് സയൻസിന് ഒരു 3 എണ്ണം കൂടി എഴുതാനുണ്ട് ക്വസ്റ്റ്യൻസ്. നിജാദ്, what about you? പോയോ നിജാദ്? is your all not correct? ഏതെങ്കിലും ഒരു ടീച്ചർ വന്ന് കളക്ട് ചെയ്യും കേട്ടോ. ഷൻസ ഫാത്തിമ, അതെവിടുന്ന ഷൻസ ഫാത്തിമ? ഷൻസ നിങ്ങളുടെ ക്ലാസ്സിലാണല്ലോ. ഓക്കെ, അവിടെ വസുദേവിന്റെ നോട്ട്സ് എല്ലാം കറക്റ്റ് കംപ്ലീറ്റഡ് ആണോ മോനെ? ഇല്ലേ? ചിലതെല്ലാം കംപ്ലീറ്റഡ് ആണ്, മലയാളം എല്ലാം കംപ്ലീറ്റഡ് ആണ്, ബാക്കി ചിലതെല്ലാം അല്ല. നോട്ട്സുകളൊക്കെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയായിരുന്നോ? അല്ലാതെ എല്ലാ സബ്ജക്റ്റിന്റെയും മോനെ എല്ലാം കിട്ടിയോ? ഓക്കെ, മോനെ ഒരു കാര്യം ചെയ്യണം, നെക്സ്റ്റ് ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യണേ എല്ലാ സബ്ജക്റ്റും കേട്ടോ. അന്ന് മോസ്റ്റ്ലി ഞങ്ങൾ ആരെങ്കിലും വന്നിട്ട് ബുക്ക് കളക്ട് ചെയ്താലാം. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് യു ഹലീമ? വസുദേവന്റെ വീട്ടിൽ വരുമ്പോ ഹലീമയുടെ ബുക്കും കളക്ട് ചെയ്യാം. ഹലീമ, ആർ യു ഓൾ നോട്ട്സ് കംപ്ലീറ്റഡ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്യ് സഹോദരി. എന്നിട്ട് വാ തുറന്നൊന്ന് പറഞ്ഞേ, മോളുടെ നോട്ട് കംപ്ലീറ്റഡ് ആണോ? ഇല്ല. എത്ര നാളായി മോളോട് പറയുന്നത്? ഏതൊക്കെ സബ്ജക്ട് കംപ്ലീറ്റഡ് ഉണ്ട്? ഏതെങ്കിലും ഒരു സബ്ജക്ട് എങ്കിലും കംപ്ലീറ്റഡ് ആണോ? അറ്റ്ലീസ്റ്റ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് കംപ്ലീറ്റഡ് ആണോ? നോ, അതുമില്ല. See, next Tuesday I will come to your house. I'm going to my Vasudev's house. I'll come to your house and I will be coming there to collect your book. All your notebooks should be completed by next Tuesday. Today is Tuesday and I will be coming on next Tuesday. 8 days are left for you. Okay? Did you get my point? No.
ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ലേ? ഓക്കെ. ഇന്ന് ട്യൂസ്ഡേ ആണ്. അടുത്ത ട്യൂസ്ഡേ ഞാൻ വസുദേവന്റെ വീട്ടില് ബുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് വരും. ഞാനോ അല്ലെങ്കിൽ സാറോ ആരെങ്കിലും ഒരാൾ വരും ഇവിടുന്ന്. ഓക്കെ. ആ ഒപ്പം നിന്റെ ബുക്കും കൂടെ കൊടുത്തു വിടണം, വാങ്ങണം, ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. സോ you have to complete all your subject notes by next Tuesday, and sir or myself will come to your house to collect your notebooks. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇതുപോലെ ആയിരിക്കരുത്, അന്ന് കംപ്ലീറ്റ് ചെയ്ത് നോട്ട് ആയിരിക്കണം തരേണ്ടത്. പറഞ്ഞില്ല? എത്ര നാളായി എന്റെ ദൈവം, ഒരു സബ്ജക്ട് പോലും കംപ്ലീറ്റ് ചെയ്യാത്ത സ്റ്റുഡന്റ്. ഓക്കെ, ശരി. ടേക്ക് യുവർ textbook and pencil or pen. And another thing, do you have any doubts regarding this lesson? അന്ന് ചോദിച്ചായിരുന്നു, നിങ്ങൾ ആരും ഡൗട്ട് ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വേഗം പോകാം. നമുക്ക് പോർഷൻ വേഗം തീർക്കാനുണ്ട്, ഒരുപാട് ബാക്കിലാണ് നമ്മള്. If you have no doubt, we will discuss the answer, question answers, one word answers and all. Take page number 67. Okay, what is first question? Choose the most appropriate answer. First one is in a physical change. In a physical change for air, the molecules of the substance do not change. The molecules of the substance change. Atoms forming the molecules undergo changes. New substances are formed. In physical change, not chemical change. Asking about physical change. Which what will be the answer? Correct answer there? A. Yeah, it's the correct answer. Okay, the molecules of the substance do not change. Molecule മാറ്റം വരുന്നില്ല physical change ന് അല്ലേ? Okay, so put a tick mark for first one. Yeah. Take pen or pencil, Shanifa. Joel, did you put a tick marker? Second one, B. Sorry. Second one, growth in plants and animal is dash. Animals ഇന്റെയും plants ഇന്റെയും growth എന്ത് തരം ചേഞ്ച് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. First one, a physical change. B, a chemical change. Neither a physical change nor a chemical change, since it is a life process. Neither a physical change or a chemical change, depending on how much the growth is. So what is the answer for that? B. B is the answer. It is a chemical change. ഒരു കെമിക്കൽ ചേഞ്ച് ആണ് നമ്മൾ മനുഷ്യരിലും പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ ഉള്ള ഗ്രോത്ത് എന്ന് പറയുന്നത്. ബിക്കോസ് വി കനോട്ട് ഗോ ബാക്ക് അഗൈൻ, വി വിൽ നോട്ട് ഹാവ് എനി ചേഞ്ചസ് ആഫ്റ്റർവേർഡ്സ്. പഴയ സ്റ്റേറ്റിലേക്ക് ഒരിക്കലും നമുക്ക് പോകാൻ കഴിയില്ല. ഇനി നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചാലും യു കാൻ ബി എ ബേബി അഗൈൻ. Isn't it? You are already now, how old are you now? 12 I think, no? 11, 12, 13 and all. Okay. ഇനി ഒരിക്കലും നിങ്ങൾക്ക് 1 year ബേബിയിലേക്ക് പോകാൻ പറ്റുമോ? 5 year ചൈൽഡ്, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ചൈൽഡിന്റെ അത്ര ആകാൻ പറ്റുമോ? നെവർ നെവർ നെവർ. ഇനി നിങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും, ബട്ട് വി കനോട്ട് ഗോ ബാക്ക് അറ്റ് ഓൾ. ഇനി പഴയ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. സോ പുട്ട് എ ടിക്ക് മാർക്ക് ഫോർ കെമിക്കൽ ചേഞ്ച്. And next third question, if two substances are brought in contact, it will result in dash. A physical change only. B, a chemical change only. C, either a physical change or a chemical change depending on the conditions. And D, a chemical change if they are heated together, otherwise a physical change. Which one will be the answer? രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ, അതായത് കമ്മിൻ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന മാറ്റം വരുന്നതെന്ന്. C is the answer. Either a physical change or a chemical change. Maybe physical change ആയിരിക്കാം, otherwise chemical change ആയിരിക്കാം. It is depending upon the condition. Okay, C is the C ആണോ D ആണോ? C, A, B, C.
മിസ്സേ ചൂസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി ഫസ്റ്റ് എന്നതിന്റെ എന്തായിരുന്നു ആൻസർ? First one's answer is A. The molecules of the substance do not change. ഇതൊന്നും എടുക്കുക പ്രത്യേകം നീ ഊട്ടി അങ്ങോട്ട്. Okay. Next. Fourth one, അല്ലേ? Chemical changes are dash. Always irreversible, mostly irreversible, always reversible, and mostly reversible. ഏതാണ് fourth oneന്റെ answer? Chemical changes എപ്പോഴും എന്താണ്? A or B or C or D? Which one is the answer? B. A, B. B is the answer. Mostly irreversible ആണ്. എന്നാൽ എപ്പോഴും നമുക്ക് irreversible എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ mostly it is irreversible. മിസ് ഏതാ മിസ് ആൻസർ? B. Mostly irreversible. മിസ് സെക്കൻഡ് വൺ ആയിരുന്നു മിസ്സേ. Huh? What is that? സെക്കൻഡ് വൺ. ഒരു മിനിറ്റ് ഞാൻ എല്ലാം ഒന്നുകൂടെ പറയാം. നീ ഇപ്പം ഞാൻ പറയുന്നത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ. വിച്ച് ഓഫ് ദിസ് ഈസ് ആൻ ഇർറിവേഴ്സിബിൾ ചേഞ്ച്? ഇതിൽ ഏതാണോ ഒരു ഇർറിവേഴ്സിബിൾ ചേഞ്ച് എന്നാണ്? മെൽറ്റിംഗ് ഓഫ് ഐസ്, മെൽറ്റിംഗ് ഓഫ് വാക്സ്, ബോയിലിംഗ് ഓഫ് വാട്ടർ, ബേർണിംഗ് ഓഫ് വാക്സ്. അഞ്ചെണ്ണം ഉണ്ട് അല്ലെ? സോറി, അഞ്ചാമത്തേതില് ഇർറിവേഴ്സിബിൾ ആയിട്ടുള്ള മെൽറ്റിംഗ് ഓഫ് ഐസ് ആണോ, മെൽറ്റിംഗ് ഓഫ് വാക്സ് ആണോ, ബോയിലിംഗ് ഓഫ് വാക്സ് ആണോ, ബേർണിംഗ് ഓഫ് വാക്സ് ആണോ? ബേണിംഗ് ഓഫ് ഓപ്ഷൻ ഡി ബേണിംഗ് ഓഫ് ബാക്ക്. ബേർണിംഗ് ഓഫ് വാക്സ്. ലാസ്റ്റത്തെ. Next, sixth one. Which of these is a reversible change? Milk turning into curd, burning of wax, melting of wax, rusting of iron. മെൽറ്റിംഗ് ഓഫ് ഓപ്ഷൻ സി. C is the answer. Melting C of is wax. the answer. Melting of wax. Next, seventh one. Which of the following is a physical and a reversible change? Heating of iron and sulfur form iron sulfide, melting of ice to form water, weathering of rocks, cooking of rice. Which is a physical and a reversible? Reversible ആയിട്ടുള്ളത് ഏതാണ്? Second one, B is the answer. Melting of ice to form water. അത് reversible ആണ് അല്ലേ? B is the answer. Next, which of these is a physical and irreversible change? ഒന്ന് physical change ആണ്, but it is irreversible ആയിട്ടുള്ള change. Burning of a paper, breaking of a glass tumbler, evaporation of water, lightning of an electric bulb. A. Burning of the paper. Evaporation of water, അല്ലേ? Sorry. C is the answer. Breaking of a glass tumbler. Glass പൊട്ടിക്കുന്നത് അത് physical change ആണ്. പക്ഷേ can we get it back again? ഒരിക്കലും ഇല്ല അല്ലേ? So it is physical but irreversible ആണ്. Okay, now once again check all your answers from beginning. First one's answer is A. Put a tick mark for A. First one. നിങ്ങൾ ഇട്ടേക്കുന്നത് ശരിയാണോ നോക്കുക. Second one, B, chemical change. And third one's answer is C,
അവിടെ ആരായിരുന്നു സെക്കൻഡ് വൺ ചോദിച്ചത്? ഷാനിഫ് അല്ലായിരുന്നു മോനെ? ബി ഈസ് ദി ആൻസർ. Third one is C and fourth one is D, mostly irreversible എന്നുള്ളത്. Next fifth one is D, last one, burning of wax. And sixth one is melting of wax. C is the answer for sixth one. And which of the seventh one is B, melting of ice to form water. And eighth one is C, breaking of glass tumbler. Okay. Next, true or not a true or false? Very short answers, one word answers. Every change has a cause. True or false? എല്ലാ ചേഞ്ച് ഒരു കാരണമുണ്ട്. ട്രൂ ആണോ false ആണോ? True. Okay, true. Right there, true. Next, second one, every change can be classified as either physical or chemical. True or false? True. ഒന്നെങ്കിൽ നമുക്ക് physical change എന്ന് പറയാം, അല്ലെങ്കിൽ chemical change എന്ന് പറയാം. Okay, true. Next, third one, is dissolving sugar in water a physical change or a chemical change? Physical change. Physical change. നമുക്ക് പിന്നെ അതിനകത്ത് sugar എടുക്കാൻ പറ്റും അല്ലേ? Physical change. Right, physical change there. Next, is change of state a physical change or a chemical change? Change of state. അതിന്റെ physical change ആണോ chemical change ആണോ? Physical change. Chemical change എന്ന് പറയുമ്പോൾ പുതിയൊരു വസ്തുവാണ് ചെയ്യുന്നത്, പുതിയൊരു വസ്തു. പക്ഷെ പുതിയ വസ്തു എന്ന് പറഞ്ഞാൽ entirely different ആയിരിക്കും. But here state only മാറ്റം വരുന്നുള്ളൂ, molecules ഒന്നും മാറ്റം വരുന്നില്ല. Okay, so physical change. Next, most change. ഇതെല്ലാം മിസ് ഗ്രൂപ്പിലിട്ട് തരുമോ? ഇല്ല, ഇപ്പൊ അങ്ങോട്ട് എഴുതിക്കേ. നമ്മടെ കൊച്ചുകല്ല ഇവൻ ഈ ക്ലാസ് ടൈമിലാണല്ലോ ഈ പരിപാടി മുഴുവനും. Okay, fifth one, most chemical changes cannot be easily reversed. Such changes are called dash. എല്ലാ കൂടുതലും chemical changes നമ്മൾ റിവേഴ്സിബിൾ അല്ല. അപ്പൊ അതിനെ irreversible. Right. irreversible. 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 Next, seventh one, is changing of milk into curd is a reversible change. Reversible ആണോ milk കേടാകുന്നത്? No. Curd ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും milk ആക്കാൻ പറ്റുമോ? So no is the answer. Next, can you get burnt pepper back to its original form? No. No. If you burn False. once, will you get back? No. No. Okay, no. Substance expand on heating. Is that a physical change or a chemical change? Physical change. It is a physical change. We know that when we heat a substance, it will expand because molecules expands. So automatically that thing also, substance also will expand. But after it will be going to its normal position when it is cooled down. So it is a physical change.
So you can check your answers once again. First one is true. Second one is true. Third one is physical change. And fourth one also is physical change. Fifth one is irreversible. Sixth and seventh are no. And eighth one is physical change. Okay. Okay, now then question and answers and all I will write and give in the group. I will send it in the group. Okay. One word answers നിങ്ങൾക്ക് കിട്ടിയില്ല. ഇനി one word answers കിട്ടില്ല. Okay, all of you mute. ആദ്യോ സൗണ്ട് വരുന്നത് ഹെവന്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? 7 ആണ് അൺമ്യൂട്ട് ആയിട്ട് അല്ല നിൽക്കുന്നത്. Okay, next lesson is 7th lesson, living and non-living things. Totally how many? So it's biology. We were studying studying physics. 6th lesson was physics, and now it is biology. Do you know that and all? Physics, chemistry, biology and all? എന്താണെന്ന് അറിയാവോ? അറിയാവോ? Okay. Up to 5th standard, science is including biology, chemistry, physics, and together only we are studying. There is no separation like that way. But from 6th onwards, you have separate lessons. ഇനി നിങ്ങൾ 8th എത്തുമ്പോൾ you have a separate textbook itself. Physics textbook, chemistry textbook, biology textbook, like that. Separate textbook will be there. I think your social studies also has been divided. I think or one textbook only. One textbook means history, geography. History, geography. അങ്ങനെയുണ്ടോ? ഇപ്പൊ 6th അങ്ങനെയുണ്ടോ? politics. Okay, here history, politics, history, geography, and politics. Like that way, science under science there are 3 sections: physics, chemistry, and biology. So biology means the study of living and non-living things and all. Means biology is study of human beings, animals, and plants. അതിനെ പിന്നെ നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ സുവോളജി എന്നും ബയോളജി എന്നൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ്. നോട്ട് നൗ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും കൂടുതൽ തരുമ്പോൾ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യാത്തത്. ഓക്കെ. ഇനി chemistry means studying about chemical things, chemical changes and all. Then physics means study about the light, etc. Light, electricity, light, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത്. ചേഞ്ചസ് ഒക്കെ. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ആൻഡ് ഫ്രം ബിഗിനിങ്, ഐ തിങ്ക് ഫ്രം LKG onwards you are studying this topic, isn't it? What are living things and what are non living things? Heaven, can you answer me? All natural things are living things. All natural things are living things. Water is a living, water is a natural thing, but is it a living thing? അല്ല. അപ്പൊ എന്താണ് പറഞ്ഞ ജസ്റ്റിസ്? പക്ഷെ എല്ലാ മാൻമേഡ് തിങ്സ് ലിവിങ് തിങ്സ് അല്ലല്ലോ, നോൺ ലിവിങ് അല്ലേ? എല്ലാ മാൻമേഡ് തിങ്സും ലിവിങ് തിങ്സ് അല്ല. ഓക്കെ. അതായത് ലിവിങ് തിങ്സ് മീൻസ് ദ തിങ്സ് വിച്ച് ഹാവ് ലൈഫ്. ജീവനുള്ള വസ്തുക്കളാണ് നമ്മൾ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ തിങ്സ് വിച്ച് ആർ, എല്ലാ മാൻമേഡ് തിങ്സും നമ്മൾ അല്ല, എന്താ പറയുന്നത്, നോൺ ലിവിങ് തിങ്സ് എല്ലാം മാൻമേഡ് തിങ്സ് അല്ല കേട്ടോ. നോൺ ലിവിങ് തിങ്സ്, സ്റ്റോൺസ് ആൻഡ് ഓൾ വി ആർ നോട്ട് മേക്കിംഗ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ തിങ്, isn't it? But it has no life. The things which has a life is known as living things, and the things which do not have life is known as a non-living things. And some special features are there for living things, and some special features are there for non-living things. We can see many things around us which have life and which have do not have life. And the main feature of a living thing is it can grow, it breathes, it need food, it can move and all. But we think that we know that plants cannot move, isn't it? എന്താ മോനെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല.
Heaven. I didn't Living understand. things നമുക്കിപ്പോൾ ഇതെന്ന് 7th chapter 7th chapter. living things നെ കുറിച്ച് പഠിക്കുന്ന 7th chapter Okay. So living and many things that we can see around us are every day are living were once alive. ഇപ്പൊ നമ്മളുടെ ചുറ്റും കാണുന്നതിലെ കുറേ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ നോൺ ലിവിങ് ആയിട്ട് കാണുന്ന കുറേ സാധനങ്ങൾ ബിഫോർ ഇറ്റ് വാസ് ലിവിങ് തിങ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വുഡ് ആൻഡ് പീസ്, വുഡ് ആൻഡ് ഓൾ, ഇറ്റ് വാസ് എ ലിവിങ് തിങ് ബിഫോർ മെനി ഇയേഴ്സ് എഗോ അല്ലേ? ഇപ്പൊ നമ്മൾ ചുറ്റും കാണുന്ന തടിക്കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്, അത് ഒരിക്കലും അതൊരു ലിവിങ് തിങ് ആയിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് നോട്ട് എ ലിവിങ് തിങ്. കാരണം അതിന്റെ എക്സ്പയറി കഴിഞ്ഞു, അത് ദ്രവിച്ചു, അല്ലെങ്കിൽ അത് ആ പ്ലാന്റ് ഡ്രൈ ആയി പോയി കഴിഞ്ഞപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം എ നോൺ ലിവിങ് തിങ്. പക്ഷെ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന സ്റ്റോണോ അല്ലെങ്കിൽ ടേബിളോ ചെയറോ അങ്ങനെയല്ല, അത് നോൺ ലിവിങ് തിങ് നേരത്തെ മുതലേ നോൺ ലിവിങ് തന്നെയായിരുന്നു. Many things that we see around us every day are living or were once alive. But what does it mean to be living? All the animals and plants that you see around you are living. See, look at around plants. All plants are living things. All animals are living things. All insects or birds are living things. Are human things living things? Are humans are living? Yes, surely we too are living things, isn't it? It's a fact. As early as about 200 years ago, many people thought that living things could suddenly develop from non-living things. They thought, for example, that maggots developed from decaying meat. The experiments of the Italian scientist Lazzaro Spallanzani in the 18th century and Louis Pasteur in the 19th century proved that this was not correct. Nearly എന്റെ ദൈവമേ, ഈ ജോയലേ ഇവിടെ നോക്കടാ, ആരാടാ അവിടെ ഉള്ളത് കുഞ്ഞ്? ആരും ഇല്ല, നീ എന്താ തന്നെ ഇരുന്ന് വർത്താനം പറയാൻ? എന്താ നിനക്കെന്താ? Is there anything wrong with you? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ കൊച്ച്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരും മോനെ അവിടെ ആരും ഇല്ലെന്നല്ലേ പറഞ്ഞു വർത്താനം പറയാന്? പിന്നെ ഞാൻ പുറത്തോട്ട് നോക്കി തന്നെത്താനെ ഇരുന്ന് വർത്താനം പറയുന്നില്ല. പുറത്തോട്ടില്ല, അപ്പുറത്ത് ആരോ ഉണ്ട്, ആരോട് വർത്താനം? നീ ഒറ്റയ്ക്ക് വർത്താനം പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? ഇല്ല, അമ്മ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വഴിയെ പോകുന്നവരുടെ ആരും ലിസ്റ്റ് എടുക്കണ്ട. അമ്മ അതിലെ പൊയ്ക്കോട്ടെ, എന്തിനാ അമ്മ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു? അമ്മ പോയിക്കോട്ടെ, വന്നോട്ടെ, അച്ഛൻ വന്നോട്ടെ, പോയിക്കോട്ടെ. ആര് വന്നാലും പോയാലും ക്ലാസ് ടൈമിൽ അത് നോക്കണ്ട കേട്ടോ. ശരി, ഓക്കെ. സോ നിയർലി 2000 years ago, sorry, not 2000, 200 years ago വരെ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ നോൺ ലിവിങ് തിങ്സിൽ നിന്നും പെട്ടെന്ന് ഒരു ദിവസം ലിവിങ് തിങ്സ് ഉണ്ടാകുന്നായിരുന്നു അന്നത്തെ മനുഷ്യരുടെ. അതായത് ഇപ്പം എന്താ പറയണ്ടേ, ഒരു ഡെഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു കൗവ് അല്ലെങ്കിൽ ഒരു ഗോട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ്, അങ്ങനെ. ആരാമല് what is going on? Put on your pen. Okay. So അങ്ങനെയുള്ള എന്തെങ്കിലും ഡെഡ് അനിമൽസ്, ഡെഡ് ബേർഡ്സ്, ഡെഡ് ബോഡീസ് ഓർ പ്ലാന്റ്, അതിൽ നിന്നൊക്കെ അത് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഡെഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് ഒരു നോൺ ലിവിങ് തിങ്സ് ഉണ്ടാകും എന്ന് വിചാരിച്ചോണ്ടായിരുന്നു ഇരുന്നത്. മനസ്സിലായോ? അപ്പൊ സപ്പോസ് ഞാൻ പറയാം, ഒരു പശു ചത്തുപോയി. അപ്പൊ അവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് 2 ദിവസം കഴിയുമ്പോൾ പുതിയൊരു പശു ഉണ്ടായിരുന്നു. അപ്പൊ ചത്ത പശുവിനെ കൊണ്ട് കുഴിച്ചിട്ടു, 2 days കഴിയുമ്പോൾ വേറൊരു പശുക്കിടാവ് ഉണ്ടാകും എന്നൊക്കെ അങ്ങനെ അവര് വിചാരിച്ചുകൊണ്ടിരുന്ന early men. But scientists proved that it is not correct. മനസ്സിലായോ? പഴയ കാലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, earlier people believed that earth is flat. പഠിച്ചിട്ടില്ലേ സോഷ്യൽ സ്റ്റഡീസില്? in 5th standard I think. നിങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം സോഷ്യൽ സ്റ്റഡീസില്? early men believed that earth was flat instead of round.
എർത്ത് ഈസ് റൗണ്ട് എന്നല്ല അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഫ്ലാറ്റ് ആയിട്ട് പരന്നതാണെന്നായിരുന്നു അന്നത്തെ കാലത്ത് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങൾക്കല്ലേ കാണിച്ചു തന്നെ ഇങ്ങനെ ഫെർഡിനാൻഡ് മാഗലൻ ട്രാവൽ ചെയ്താണ് ലാസ്റ്റ് അത് എർത്ത് ഈസ് റൗണ്ട് എന്ന് പ്രൂഫ് ചെയ്തെന്ന് നമ്മൾ കാണിച്ചു തന്നല്ലേ, ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അതുപോലെ പഴയ മനുഷ്യർക്ക് അങ്ങനെ കുറെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാൻ, അതായത് വോയേജ് ചെയ്യാൻ വേണ്ടി, കടൽയാത്ര ചെയ്യാൻ പേടിയായിരുന്നു. എർത്ത് റൗണ്ട് അല്ല ഫ്ലാറ്റ് ആണെന്ന് വിചാരിച്ചു. കാരണം അതിനൊരു എൻഡ് ഉണ്ടാകും. എനിവേ ഫ്ലാറ്റ് ആണെന്നല്ല അതിനൊരു എൻഡ് ഉണ്ടാകും. ആ എൻഡ് ആകുമ്പോൾ അവർ ഡീപ്പ് താഴോട്ട് വീണ് പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ബെർണാഡ് മാഗലൻ പ്രൂവ്ഡ് ദാറ്റ് എർത്ത് ഈസ് റൗണ്ട് ബിക്കോസ് ഹി ട്രാവൽഡ് ഫ്രം one place. I started his voyage from one place and he voyaged in one direction only. After 3 years he reached back in the same place. അവിടെ തിരിച്ചെത്തി. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്തു. ഇതുപോലെ കുറെ തെറ്റായ ആൾക്കാർ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അപ്പം earlier people believed that living things used to get or suddenly from the non-living things. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. As early as about 200 years ago, many people thought that living things could suddenly develop from non-living things. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒരു നോൺ ലിവിങ് തിങ്ങിൽ നിന്നും ഒരു ലിവിങ് തിങ് ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നു വരുന്നത്. They thought, for example, that maggots developed from decaying meat. The experiments of പിന്നെ നിങ്ങൾക്കറിയാം അവരങ്ങനെ വിചാരിക്കാനുള്ള കാരണമൊക്കെ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും വസ്തുക്കളൊക്കെ ചീഞ്ഞു കഴിഞ്ഞാല്, അതായത് മീറ്റ്, ഫിഷ്, വെജിറ്റബിൾസ് ഇങ്ങനെയുള്ളതൊക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം there will be some worms and all. അതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. അന്നും അല്ല ഇന്നും അങ്ങനെ തന്നെ. നിങ്ങൾ സപ്പോസ് ഒരു ടൊമാറ്റോ നിങ്ങൾ എടുത്ത് വെച്ചേ, അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ അത് ചീഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ടാകുന്നു? പുഴു ഉണ്ടാകും. അപ്പൊ അവര് വിചാരിച്ചോണ്ടിരുന്ന നോൺ ലിവിങ് തിങ്സിൽ നിന്നും സഡൻലി ലിവിങ് തിങ്സ് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ആൾക്കാർ വിചാരിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഫിഷ് അല്ലെങ്കിൽ മീറ്റ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അതൊരു ചീഞ്ഞൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ വരുന്നു, ആൻസ് വരുന്നു. ഇതൊക്കെ അവർ വിചാരിച്ചോണ്ടിരുന്നത് ഇതിൽ നിന്നാണ് പിന്നെ ഈ ലിവിങ് തിങ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയായിരുന്നു ആൾക്കാർ വിചാരിച്ചോണ്ടിരുന്നത്. ബട്ട് scientists like Lizaro Spallanzani in the 19th century and Louis Pasteur in 19th century proved that it is not correct. അങ്ങനെയൊന്നും അല്ല എന്ന് അവർ തെളിയിച്ചു, സയന്റിസ്റ്റ് തെളിയിച്ചു. Okay, we will continue in the next class. Time is up. Okay, bye.